ഹലോ, സമയമായി. ആ പോവാം. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിന്റെ ഒഴിവാണ്. നമുക്ക് പിരിയാൻ സമയമായി ചന്ദ്രേ. അടുത്ത് തന്നെ നമ്മൾ പിരിയും. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്താ നിരഞ്ജൻ? സാറ് വന്നത് ഞാനത് പ്രതീക്ഷിച്ചല്ല. സോറി. എന്തിനാ സോറി പറയുന്നേ? അവിടെ വെച്ച് അവരോടും സോറി പറയുന്നത് കേട്ടു. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് നിരഞ്ജൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ സോറി? അതല്ല, സാറ് കാരണം മാലിനിയുടെ മൂഡ് സ്പോയിലായി. എന്ന് ഞാനല്ലേ പറയേണ്ടത്? എനിക്കെല്ലാം ഒരു തമാശ പോലെയാ തോന്നിയത്. എന്തിനാ ജയശങ്കർ സാറ് ഇത്രയ്ക്ക് പേടിക്കുന്നത്? ഞാൻ നിരഞ്ജനെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ലല്ലോ. വിഴുങ്ങിയത് സാറല്ലേ, എന്റെ ജീവിതം. അത് പക്ഷേ സാർ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ തോന്നും എല്ലാം തുറന്നു പറഞ്ഞാലോ ഒന്ന്. അപ്പോൾ അക്ഷരയുടെ മുഖം ഓർമ്മ വരും. അപ്പോഴാ ഒന്നും വേണ്ടാന്ന് തോന്നുന്നത്. അക്ഷര എന്നെ വെറുക്കണം, എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് ഈ ഭൂമി വിട്ടു പോകാൻ പറ്റൂ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിരഞ്ജ, ഞാനിപ്പോ വരാം. എവിടെ പോവാ? അത് വന്നിട്ട് പറയാം. ഒരു 5 മിനിറ്റ്. എന്താ, കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മാലുവിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടുള്ളവനാ ഞാൻ. അപ്പോഴാ 5 മിനിറ്റ്. അതൊന്നും മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ? താങ്ക്സ്. ഞാൻ ഓടിപ്പോയിട്ട് ഓടി വരാം. സ്വീറ്റ്സാ, ദാ ഇത് ശ്രുതിമോൾക്ക് കൊടുക്കും. ആര് തന്നൂന്ന് പറയും? അത് എന്റെ പേര് പറയണ്ട, നിരഞ്ജൻ തന്നെ വാങ്ങി. അതാ നല്ലത്. പറയുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പറയണ്ട. ശരി, പറയുന്നില്ല. പോവാ. ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു.
ഇത് ശ്രുതിമോൾക്ക. സ്വീറ്റ്സ് ആയിരുന്നു അത്. നിങ്ങൾക്കത് സ്വീറ്റ്സ്, എനിക്കങ്ങനെ അല്ല. എന്നെ കണ്ട സ്ത്രീകൾ വാങ്ങിത്തരുന്ന പലഹാരമൊന്നും എന്റെ മോള് കഴിക്കണ്ട. എന്താ അക്ഷര നീ ഇങ്ങനെ? മുമ്പും ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ട് വരാറുണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇല്ലാത്ത ഇഷ്ടക്കേടെന്താ ഇന്ന്? ആ സ്വീറ്റ്സ് നിങ്ങൾ വാങ്ങിയതാണോ? ആ, അതെ. നുണ പറയണ്ട. ഈ മുഖം കണ്ടാൽ അറിയാം അത് വാങ്ങിയത് നിങ്ങളല്ലാന്ന്. ആരാ അത് വാങ്ങി തന്നെന്ന് എനിക്ക് മനസ്സിലായി. അവള് തരുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഈ വീട്ടിലുള്ള ആർക്കും അത് വേണ്ട. അതുകൊണ്ട് മേലാൽ ഇത്തരം സാധനങ്ങളുമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരരുത്. എനിക്കത് ഇഷ്ടമല്ല. നീ മനഃപൂർവ്വം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ടമാണ്. മനസ്സമാധാനം കിട്ടാൻ വേറെ ഒരിടത്ത് പോകുന്നുണ്ടല്ലോ. അവിടെ കിട്ടാത്ത എന്ത് മനസ്സമാധാനം ഇവിടെ കിട്ടുന്നത്? നീ വെറുതെ കഥയറിയാതെ ആട്ടം കാണുക. അങ്ങനെ ചെയ്യരുത്. എനിക്കൊരു ന്യായീകരണം കേൾക്കണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. എന്റെ മുമ്പിൽ അഭിനയൊന്നും വേണ്ട. നിങ്ങൾ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുക ഭംഗിയായിട്ട്. അക്ഷര ഒന്ന് നിർത്ത്. ഇത് എന്റെ വീടാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറും. ഓ, ഇത് നിന്റെ വീടാണല്ലേ? പണ്ടിത് നമ്മുടെ വീടായിരുന്നു. ഇപ്പോ നിന്റെ മാത്രം വീടായി മാറി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓരോന്നോരോന്നായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു അധികപ്പെട്ട എല്ലാ അർത്ഥത്തിലും. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. തെറ്റ് ചെയ്തിട്ട് അത് പിടിക്കപ്പെടുമ്പോ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ. എങ്ങനെ ഇങ്ങനെ ആയിന്നൊന്ന് ആലോചിക്കേ. നിങ്ങൾ മാത്രം ഇതിനൊക്കെ കാരണം. മതി, നിർത്ത്. ഞാനാ എല്ലാത്തിനും കാരണം. അധികം വൈകാതെ ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്നോടാ പറഞ്ഞത് നിർത്താൻ. അല്ലെങ്കിൽ വേണ്ട, നീ സംസാരിച്ചോ. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അത് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പോയേക്കാം. എനിക്കറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവൻ വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സ് എന്തിനാ നീ എറിഞ്ഞു കളഞ്ഞേ? ഏതെങ്കിലും ഒരാണിനെ അത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട.